നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ അധികാരം ജനങ്ങൾക്ക് എന്ന് പറയുന്ന പവർ ടു ദ പീപ്പിൾ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ USSന്റെ എക്സാമിന് ഒരുപാട് മാർക്ക് ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, എല്ലാ മക്കളും ശ്രദ്ധിച്ച് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, നോട്ടും മറ്റും തയ്യാറാക്കുക. ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് നമ്മൾ അധികാര വികേന്ദ്രീകരണത്തിന്റെ സവിശേഷതകൾ എന്താണ് നോക്കാൻ പോകുന്നത്. ഫീച്ചേഴ്സ് ഓഫ് ദ ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ. നമ്മുടെ ഇന്ത്യയിൽ പവർ എന്ന് പറയുന്ന അധികാരം എന്ന് പറയുന്നത് ഒരൊറ്റ സ്ഥലത്ത് ഒതുങ്ങി നിൽക്കാതെ അതിങ്ങനെ ഓരോ ഭാഗത്തെയും കുറച്ച് എല്ലാവരുടെ കയ്യിലും എത്തുന്ന അവസ്ഥയാണുള്ളത്. അതിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്നാണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒന്നാമത്തെ പോയിന്റ് ആണ് പ്രാദേശിക വികസനത്തിന് പ്രാധാന്യം ലഭിക്കും. ഇമ്പോർട്ടൻസ് ടു റീജിയണൽ ഡെവലപ്മെന്റ്. അതായത് നമ്മുടെ ലോക്കൽ ആയിട്ടുള്ള ഗ്രാമപ്രദേശങ്ങളും മറ്റും വികസിക്കാൻ വേണ്ടിയിട്ട് അത് കാരണമാവും. രണ്ടാമത്തെ പോയിന്റോ, പൊതുജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ കൂടുതൽ അധികാരവും പങ്കാളിത്തവും ലഭിക്കും. കോമൺ പീപ്പിൾ ഹാവ് മോർ പവർ ആൻഡ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ. സാധാരണക്കാരായ ആളുകൾക്ക് അധികാരത്തിൽ കൂടുതൽ കൂടുതൽ അധികാരം അവർക്ക് കിട്ടും, അതുപോലെ പങ്കാളിത്തം അവർക്ക് ലഭിക്കും. പിന്നെയോ, വികസന ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കാൻ കഴിയും. നമ്മൾ പ്രയോറിറ്റി, അതായത് ഓരോ കാര്യങ്ങളും ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾക്കാണ് നമ്മൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത്, വേണ്ടേ? അപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിൽ തന്നെ നാട്ടിലൊരു രോഗം ഉണ്ടെന്ന് വിചാരിക്കും, എന്തെങ്കിലും മാരകമായിട്ടുള്ള രോഗം നമ്മുടെ നാട്ടിൽ പടർന്നു പിടിച്ചു എന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് നാട്ടിലെ റോഡ് ഉണ്ടാക്കാനാണോ അതോ ആ രോഗം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണോ? നമ്മൾ എന്തിനെ പ്രയോറിറ്റി കൊടുക്കേണ്ടത്? ആ രോഗം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അപ്പോൾ ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കാൻ കഴിയും, ഏത് ആവശ്യമാണ് ആദ്യം നടപ്പിലാക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയും. നാലാമത്തെ പോയിന്റോ, പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ വികസനം. ഡെവലപ്മെന്റ് ഓഫ് ദ ലോക്കൽ എക്കോണമി. നമ്മുടെ നാട്ടിൻപുറങ്ങളൊക്കെ എന്ത് ചെയ്യും, നന്നായിട്ട് വികസിക്കാൻ വേണ്ടിയിട്ട് ഇത് കാരണമായിട്ട് മാറും. അടുത്ത പോയിന്റോ, സ്ത്രീകൾക്കും മറ്റു പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും നേതൃത്വ ശേഷിയും ഭരണ പരിചയവും കൈവരുന്നു. ഓക്കെ, വുമൺ ആൻഡ് മാർജിനലൈസ്ഡ് ഗെറ്റ് ലീഡർഷിപ്പ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസ്. സാധാരണക്കാരായ ആളുകൾക്ക് എന്ത് കിട്ടും? സ്ത്രീകൾക്കും മറ്റ് ആളുകൾക്കും എന്ത് കിട്ടും? അധികാരം കിട്ടുമ്പോൾ അവർക്കും കൂടെ ഭരിക്കാനുള്ള ഒരു പരിചയം ഉണ്ടാവുന്നു. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ ഡീസെൻട്രലൈസേഷന്റെ ഫീച്ചേഴ്സ്? നമ്മൾ ഇപ്പൊ പറഞ്ഞ ഈ 5 പോയിന്റ് ആണ്. അത് പ്രധാനമായിട്ടും എല്ലാവരും എന്ത് ചെയ്യുക, നോക്കുക. ഇനി അടുത്തതാണ്, എങ്ങനെയാണ് ഈ ഡീസെൻട്രലൈസേഷൻ ഇന്ത്യയിൽ കൊണ്ടുവന്നത്, അതിന് കാരണമായിട്ടുള്ള കമ്മിറ്റികൾ ഏതൊക്കെയാണ്, ആ കമ്മിറ്റികളുടെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഒന്നാമത്തെ കമ്മിറ്റിയാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി ശുപാർശ. ഓക്കെ, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി ശുപാർശ. ഏത് വർഷം? 1957. ദ റെക്കമെൻഡേഷൻ ഓഫ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി 1957. ഈ നമ്മുടെ ഡീസെൻട്രലൈസേഷന് വേണ്ടിയിട്ട്, അതിന്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് മുന്നിക്ക് വന്ന ഒരു കമ്മിറ്റിയാണ് ഇത് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി എന്ന് പറയുന്നത്. ആ കമ്മിറ്റി എന്തൊക്കെ ശുപാർശകളാണ് മുന്നിക്ക് വെച്ചത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഗവൺമെന്റിനോട് പറഞ്ഞു നോക്കാം. ഒന്ന്, ത്രിതല പഞ്ചായത്ത് സംവിധാനം ആണ് വേണ്ടത്. ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത് എന്നിവയാണ് വേണ്ടതെന്ന് പറഞ്ഞു. ദ 3-tier പഞ്ചായത്ത് സിസ്റ്റം, ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് കമ്മിറ്റി, ഡിസ്ട്രിക്ട് പരിഷത്ത്. ഇതിങ്ങനെ 3 സ്റ്റേജിലുള്ള പഞ്ചായത്താണ് വേണ്ടതെന്ന് ഏത് കമ്മിറ്റി പറഞ്ഞു? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി പറഞ്ഞു. വേറെന്ത് കാര്യം പറഞ്ഞേ? ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അധികാരം പഞ്ചായത്ത് സമിതികൾക്ക് മേൽനോട്ടവും സംഘാടനവും ജില്ലാ പരിഷത്തിന്. ഓക്കെ, അതായത് ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്കുള്ള ഒരു അധികാരം ആർക്കാണുള്ളത്? പഞ്ചായത്ത് സമിതികൾക്ക്. അത് മേൽനോട്ടം വഹിക്കുന്ന ആരാവണം? ജില്ലാ പരിഷത്ത്. The power for planning and execution to the given to panchayat committees and supervision and organization for district parishad. മൂന്നാമത്തെ പോയിന്റോ, മൂന്നാമത് എന്ത് കാര്യമാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി പറഞ്ഞത്? മൂന്നാമത് പറഞ്ഞ കാര്യം, ഗ്രാമപഞ്ചായത്തുകളിൽ പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ്, ഡയറക്റ്റ് എലക്ഷൻ ഇൻ ഗ്രാമപഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്തുകളിലേക്ക് എന്ത് ചെയ്യാം? നേരിട്ടുള്ള ഇലക്ഷൻ നടത്തുക. അടുത്തതോ, ജില്ലാ പരിഷത്ത്, പഞ്ചായത്ത് സമിതി എന്നിവിടങ്ങളിലേക്ക് പരോക്ഷ തിരഞ്ഞെടുപ്പ്, ഇൻഡയറക്റ്റ് എലക്ഷൻ ഇൻ ഡിസ്ട്രിക്ട് പരിഷത്ത് ആൻഡ് പഞ്ചായത്ത് കമ്മിറ്റി. ഓക്കെ, ഇത്രയും നിർദ്ദേശങ്ങളാണ് ആരും മുന്നിക്ക് വെച്ചത്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി മുന്നിക്ക് വെച്ചത്. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി നിലവിൽ വന്ന വർഷം ഏതാണ്? 1957, 1957. ഇമ്പോർട്ടന്റ് ആണ് ഒന്നാമത്തെ കമ്മിറ്റി. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ കമ്മിറ്റി നോക്കാം.
രണ്ടാമത്തെ കമ്മിറ്റിയാണ് അശോക് മേത്ത കമ്മിറ്റി. അശോക് മേത്ത കമ്മിറ്റി രണ്ടാമത്തെ കമ്മിറ്റിയാണ് ഏത്? അശോക് മേത്ത കമ്മിറ്റി. ഓക്കെ, ഏത് വർഷം? 1978. The recommendation of അശോക് മേത്ത കമ്മിറ്റി 1978. അശോക് മേത്ത കമ്മിറ്റി എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞേ? ദ്വിതല പഞ്ചായത്ത് സംവിധാനമാണ് വേണ്ടത്. മണ്ഡൽ പഞ്ചായത്ത്, ജില്ലാ പരിഷത്ത് എന്നിവ. നമ്മൾ നേരത്തെ ബൽവന്ത് റായ് മേത്ത പറഞ്ഞു ത്രിതല പഞ്ചായത്ത്, 3 പഞ്ചായത്തുകളാണ് വേണ്ടതെന്ന് പറഞ്ഞു. എന്നാല് അശോക് മേത്ത കമ്മിറ്റി പറഞ്ഞു 3 വേണ്ട, 2 മതി എന്ന് പറഞ്ഞു. The two-tier system, മണ്ഡൽ പഞ്ചായത്ത് ആൻഡ് ഡിസ്ട്രിക്ട് പരിഷത്ത്. ഓക്കെ, പിന്നെന്തൊക്കെ പറഞ്ഞേ? ജില്ലാ പരിഷത്തിനായിരിക്കും ജില്ലാതല ആസൂത്രണ ചുമതല. മണ്ഡൽ പഞ്ചായത്തുകൾക്ക് ഗ്രാമങ്ങളുടെ ചുമതല. The district parishad shall have the charge over district level planning. മണ്ഡൽ പഞ്ചായത്ത് are in charge of the villages. ഗ്രാമങ്ങളുടെ കാര്യം ആദ്യം നോക്കുക, മണ്ഡൽ പഞ്ചായത്ത് നോക്കുക. എന്നാൽ ജില്ലയിലെ മൊത്തത്തിലുള്ള കാര്യമോ അതാരെ നോക്കണ്ടേ? ജില്ലാ പരിഷത്താണ് നോക്കണ്ടേ. അടുത്ത എന്ത് കാര്യമാണ് അശോക് മേത്ത ശുപാർശ ചെയ്തത്? അടുത്ത പറഞ്ഞ കാര്യം, പഞ്ചായത്തു സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകി. കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ഫോർ പഞ്ചായത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് ഭരണഘടന എന്ന് പറയുന്ന ഇന്ത്യയിലെ അത്രയും സുപ്രീം ആയിട്ടുള്ള നമ്മളെ എല്ലാ നിയമങ്ങളും എഴുതി വെച്ച രേഖയാണ്. അതിൽ എന്തിനെ കുറിച്ച് പറയാം? പഞ്ചായത്തുകളെ കുറിച്ച് പറയാം. സോ അത് ചോദ്യം ചെയ്യാൻ ആർക്കും സാധിക്കില്ല. അതുകൊണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് ഈ പഞ്ചായത്ത് സംവിധാനത്തെ എത്തിക്കുക എന്ന് അശോക് മേത്ത കമ്മിറ്റി പറഞ്ഞു. അടുത്ത പോയിന്റോ, പട്ടികജാതി പട്ടികവർഗത്തിന് സംവരണം കൊടുക്കുക. റിസർവേഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്. ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെട്ട ആളുകൾക്കും ഷെഡ്യൂൾഡ് ട്രൈബിൽപ്പെട്ട ആളുകൾക്കും എന്ത് ചെയ്യാം? സംവരണം, റിസർവേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ആര് പറഞ്ഞു? അശോക് മേത്ത കമ്മിറ്റി ശുപാർശ ചെയ്തു. ഓക്കെ, അപ്പൊ അശോക് മേത്ത കമ്മിറ്റി നിലവിൽ വന്ന വർഷം ഏതാണ്? 1978. നമുക്ക് അടുത്തേക്ക് പോയാലോ? അടുത്തത് ഈ പഞ്ചായത്തുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്, പഞ്ചായത്തുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് അസംബ്ലി 2 ഭരണഘടനാ ഭേദഗതികൾ നടപ്പിലാക്കി. അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റുകൾ നടപ്പിലാക്കി. അതാണ് നമ്മുടെ ഇന്നത്തെ ഗ്രാമപഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും ഒക്കെ കാരണമായിട്ട് മാറിയത്. ആ അമെൻമെന്റുകളാണ് 73 and 74. 73-ാം ഭരണഘടനാ ഭേദഗതിയും 74-ാം ഭരണഘടനാ ഭേദഗതി. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? 73-ാം ഭരണഘടനാ ഭേദഗതി എന്നതിനെ കുറിച്ചാണ്, പഞ്ചായത്തി രാജ് സംവിധാനത്തെ കുറിച്ചാണ്. 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പഞ്ചായത്ത് രാജ് സിസ്റ്റത്തെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ 74-ാമത്തതോ? 74-ാമത്തെ പറയുന്നത് നഗരപാലികാ സിസ്റ്റം. നഗരപാലികാ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുനിസിപ്പാലിറ്റികളെ കുറിച്ച്. നമുക്ക് ആദ്യം 73-ാമത്തെ ഭരണഘടനാ ഭേദഗതി നോക്കാം. 73-ാമത്തെ ഭരണഘടനാ ഭേദഗതിയിൽ പറയുന്ന കാര്യങ്ങൾ എന്താ? ഗ്രാമസഭകൾ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഫോർമേഷൻ ഫോർ ഗ്രാമസഭ. ഈ ഗ്രാമസഭയുടെ കാലാവധി എത്ര വർഷമാണ്? ഭരണ കാലാവധി 5 വർഷമായിരിക്കണം. ഓക്കെ, 5 വർഷം, 5 years ആയിരിക്കണം ഇതിന്റെ കാലാവധി ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. പട്ടികജാതി പട്ടികവർഗത്തിന് സംവരണം കൊടുക്കണം. റിസർവേഷൻ ഫോർ ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. ഓക്കെ, ഇനി നമുക്ക് 74-ാമത്തെ ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പറയാം. അതിലെന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞേ? ഒന്നാമത്തെ കാര്യം, വാർഡ് സഭകളുടെ രൂപീകരണം. 73-ലെ ഗ്രാമസഭകളാണ്, 74-ൽ എന്താണ്? വാർഡ് സഭകളാണ്. ഫോർമേഷൻ ഓഫ് വാർഡ് സഭാസ്. ഭരണ കാലാവധി 5 വർഷം തന്നെ. രണ്ടിൽ കോമൺ ആയിട്ട് വരുന്ന പോയിന്റ് ആണ്. ഡ്യൂറേഷൻ എത്ര വർഷമാണ്? 5 years ആണ്. മൂന്നാമത്തെ പോയിന്റ് കോമൺ ആയിട്ട് വരുന്നതാണ് പട്ടികജാതി പട്ടികവർഗ സംവരണം. റിസർവേഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയാലോ. അടുത്ത് എന്താ പറഞ്ഞേ? അടുത്തത് വനിതാ സംവരണം. അടുത്തത് കോമൺ ആയിട്ട് പറഞ്ഞ കാര്യമാണ് വനിതാ സംവരണം. റിസർവേഷൻ ഫോർ വുമൺ. എല്ലാവർക്കും എന്ത് കൊടുക്കണം? 73-ാം ഭരണഘടനാ ഭേദഗതിയിലും 74-ാം ഭരണഘടനാ ഭേദഗതിയിലും ഇവർ പറഞ്ഞൊരു കാര്യമുണ്ട്. ആർക്ക് റിസർവേഷൻ കൊടുക്കണം? ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബ്സിനും റിസർവേഷൻ കൊടുക്കണം. അതുപോലെ വുമൻസിനും റിസർവേഷൻ കൊടുക്കണം. അടുത്ത പോയിന്റോ? അടുത്തൊന്നും കോമൺ ആയിട്ട് വരുന്ന, രണ്ടിലും 73-ലും 74-ലും കോമൺ ആയിട്ട് വരുന്ന പോയിന്റ് ആണ് തിരഞ്ഞെടുപ്പ് ചുമതല സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. The election charge was given to the state election commission. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടാവും. അപ്പൊ അവർക്കാണ് ഈ ഗ്രാമസഭയിലേക്കും അതുപോലെ പഞ്ചായത്തുകളിലേക്കും മുനിസിപ്പാലിറ്റികളിലേക്കും ഒക്കെ ഉള്ള ഇലക്ഷൻ നടത്താനുള്ള ചുമതല. അപ്പൊ ഈ വർഷം നമ്മുടെ നാട്ടിലെ ഇലക്ഷൻ നടന്നില്ലേ? ആ ഇലക്ഷൻ ഒക്കെ നടത്തിയത് നമ്മുടെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണ്.
അടുത്ത പോയിന്റും കോമൺ ആയിട്ട് വരുന്നതാണ്. 5 വർഷത്തിലൊരിക്കൽ ധനകാര്യ കമ്മീഷനെ നിയമിക്കണം. ഫിനാൻസ് കമ്മീഷൻ വൺസ് ഇൻ 5 ഇയേഴ്സ്. 5 വർഷത്തിൽ ഒരിക്കൽ എന്ത് ചെയ്യണം? ധനകാര്യ കമ്മീഷനെ, അവിടുത്തെ പണവും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ധനകാര്യ കമ്മീഷനെ നിയമിക്കണമെന്ന് പറഞ്ഞു. ഓക്കെ. അടുത്തത് 73-ാം ഭരണഘടനാ ഭേദഗതിയിൽ പറഞ്ഞ കാര്യം ത്രിതല പഞ്ചായത്ത്. ഇത് 73 പ്രത്യേകം ശ്രദ്ധിക്കുക. 73 എന്ത് പറഞ്ഞു? ത്രിതല പഞ്ചായത്ത് സംവിധാനം, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. 3 ടയർ പഞ്ചായത്ത് സിസ്റ്റമാണ് വേണ്ടതെന്ന് പറഞ്ഞു. ഏതൊക്കെ? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് പഞ്ചായത്ത്. എന്നാൽ മുനിസിപ്പാലിറ്റിക്ക് വരുന്നു 74-ാമത്തെ ഭേദഗതിയിലേക്ക്, 74-ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റിലേക്ക് വരുമ്പോഴോ അതിൽ പറഞ്ഞ കാര്യം 2 തരം നഗര തദ്ദേശ ഭരണ സ്ഥാപനങ്ങളാണ് വേണ്ടത്. നഗർ പഞ്ചായത്ത്, മുനിസിപ്പൽ കൗൺസിൽ. ഓക്കെ. കേരളത്തിൽ എങ്ങനെയാണ് നടപ്പിലാക്കുന്നത്? കേരളത്തിലെ മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷൻ ഈ 2 ടൈപ്പിലാണ് നടപ്പിലാക്കുന്നത്. 2 ടയേഴ്സ് ഓഫ് അർബൻ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡീസ്, നഗർ പഞ്ചായത്ത്, മുനിസിപ്പൽ കൗൺസിൽ. ഓക്കെ. പക്ഷെ കേരളത്തിൽ എങ്ങനെയാണ്? മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഇങ്ങനെ 2 ആയിട്ടാണ് നടപ്പിലാക്കുന്നത്. ഇത്രയുള്ളൂ മക്കളെ. ഇവിടെ 2 ചാർട്ട് കൊടുത്തു നോക്കൂ. ഈ ചാർട്ടിനെ ജസ്റ്റ് നോക്കിയാൽ മതി. പഞ്ചായത്ത് രാജ് സംവിധാനം എങ്ങനെയാണ്? ജില്ലാ പഞ്ചായത്തിന്റെ ഏറ്റവും മുകളിൽ, പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് അതിന് താഴെ, ഗ്രാമപഞ്ചായത്ത് ഏറ്റവും താഴെ. ഓക്കെ. നഗരപാലിക സംവിധാനം 74-ാം ഭേദഗതി പ്രകാരം വന്ന നഗരപാലിക സംവിധാനം എങ്ങനെ വരുന്നത്? മുനിസിപ്പൽ കൗൺസിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ. ഓക്കെ. അങ്ങനെയാണ് വരുന്നത്. ഇനി അടുത്ത ഭാഗത്തോട്ട് പോയാലോ? അടുത്തത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതലകൾ. റെസ്പോൺസിബിലിറ്റി, സർവീസ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇവരുടെ ചുമതലകൾ എന്തൊക്കെയാണ്? അതുപോലെ ഇവര് എന്തൊക്കെ സേവനങ്ങളാണ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. 1. ജനന മരണങ്ങൾ രജിസ്റ്റർ ചെയ്യൽ. രജിസ്റ്റർ ബർത്ത് ആൻഡ് ഡെത്ത്. ഒരാൾ മരിക്കുന്നതും ജനിക്കുന്നതും രജിസ്റ്റർ ചെയ്യുന്ന ആരാണ്? നമ്മുടെ പഞ്ചായത്തുകളാണ്. പഞ്ചായത്തുകൾ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളാണ്. അടുത്തതോ സ്ഥിതി വിവര കണക്കുകൾ ശേഖരിക്കൽ. കളക്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ. എല്ലാ വിവരങ്ങളും ശേഖരിച്ചു വയ്ക്കുക. അടുത്തതോ പ്രാഥമിക വിദ്യാലയങ്ങളുടെ മേൽനോട്ടവും ചുമതലയും. സൂപ്പർവിഷൻ ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് പ്രൈമറി സ്കൂൾ. നമ്മുടെ നാട്ടിലെ LP സ്കൂളൊക്കെ ഉണ്ടാവില്ലേ? LP സ്കൂളും അതുപോലെ നിങ്ങളെ സ്കൂൾ, UP സ്കൂളൊക്കെ, അവയൊക്കെ നോക്കുന്ന ചുമതല ആർക്കാണ്? ഈ ഗ്രാമപഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കുമാണ്. മാതൃ ശിശു വികസനം, മദർ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ്. കുട്ടികളുടെയും അമ്മമാരുടെയും വികസനം ആരുടെ ലക്ഷ്യമാണ്? പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും ലക്ഷ്യമാണ്. അടുത്തതോ കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകുക. സാങ്ഷൻ പെർമിഷൻ ഫോർ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. നമ്മുടെ നാട്ടിൽ ബിൽഡിംഗ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് പെർമിഷൻ കൊടുക്കുക ആരാണ്? ഈ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ചുമതല ആണ്. അടുത്ത പരമ്പരാഗത ജലസ്രോതസ്സുകൾ സംരക്ഷിക്കൽ. കൺസർവേഷൻ ഓഫ് ട്രഡീഷണൽ വാട്ടർ റിസോഴ്സ്. നമ്മുടെ നാട്ടിലെ കുളങ്ങള്, അതുപോലെ നദികള്, റിവേഴ്സ്, ഇതൊക്കെ സംരക്ഷിക്കാരുടെ ചുമതലയാണ്? ഈ പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും ചുമതലയാണ്. ഇനി അടുത്ത പോയിന്റോ മാലിന്യ നിർമ്മാർജ്ജനം. ഗാർബേജ് ട്രീറ്റ്മെന്റ്. അതായത് നമ്മുടെ വേസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ശരിയായുള്ള രീതിയിൽ സംസ്കരിക്കുക. അടുത്തതോ വളർത്തു നായ്ക്കൾക്ക് ലൈസൻസ് നൽകുക. ഗ്രാൻഡിങ് ലൈസൻസ് ടു ഡൊമസ്റ്റിക് ഡോഗ്സ്. നമ്മൾ വളർത്തുന്ന നമ്മുടെ സാധാരണ വീടുകളിൽ നായകൾക്കൊന്നും നമ്മുടെ കേരളത്തിൽ അത്രത്തോളം ഇത് ശരിയായി വന്നിട്ടില്ല, ലൈസൻസ് എടുക്കാറില്ല. പക്ഷെ എന്ത് ചെയ്യണം? നായ്ക്കളെ, നിങ്ങളെ പല വീട്ടിലും പെറ്റ്സ് ഉണ്ടാവും, ഡോഗും മറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ അവയ്ക്ക് എന്തെടുക്കണം? ലൈസൻസ് എടുക്കണം. ഓക്കെ. ആ ലൈസൻസ് തരുന്നത് ആരാണ്? നമ്മുടെ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും എല്ലാം ആണ്. ഓക്കെ. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോയാലോ? ഇതിൽ പോയിന്റുകൾ തന്നുകാണ്ട് ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്, കൂട്ടത്തിൽ ചേരുന്നത് ഏതാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് ഈ ഭാഗത്ത് നിന്ന് ചോദ്യം വരിക കേട്ടോ. അടുത്ത ഭാഗത്തിലോട്ട് പോയാലോ? അടുത്ത ഭാഗമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വരുമാന മാർഗങ്ങൾ. ഈ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ത് കിട്ടണം? വരുമാനം കിട്ടണമല്ലോ. ആ വരുമാനം എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നോക്കുന്നത്. ഒന്നെങ്ങനെ കിട്ടുക? കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ടുകളും ഗ്രാന്റുകളും. ഫണ്ട് ആൻഡ് ഗ്രാന്റ്സ് ഫ്രം ദ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ്. നമ്മുടെ സംസ്ഥാന ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്യും? ഈ ലോക്കൽ ഗവൺമെന്റുകൾക്ക് പണം കൊടുക്കും. ഗ്രാന്റുകളും അതുപോലെ ഫണ്ടുകളുമായിട്ട് പണം കൊടുക്കും. അടുത്തതോ കെട്ടിട നികുതി, ബിൽഡിംഗ് ടാക്സ്. ബിൽഡിങ്ങിന്, നമ്മുടെ നാട്ടിലുള്ള പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളിലും ഒക്കെ ഉള്ള ബിൽഡിങ്ങിന്
ടാക്സ് ഏർപ്പെടുത്തും. അങ്ങനെയും ഇവർക്ക് വരുമാനം ഉണ്ടാകും. അടുത്തതോ തൊഴിൽ നികുതി, പ്രൊഫഷണൽ ടാക്സ്, നമ്മൾ ഓരോ ജോലിക്കും മറ്റും കൊടുക്കുന്ന നികുതി. അടുത്തതോ വിനോദ നികുതി, എന്റർടൈൻമെന്റ് ടാക്സ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും വിനോദോപാധി പാർക്ക് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ട്. ആ ടാക്സ്, അതുപോലെ സിനിമ കാണുന്നതിന് ടാക്സ് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ആരിലേക്കാ പോവുക? ഇതൊക്കെ പോകുന്നത് അവിടുത്തെ ലോക്കൽ സെൽഫ് ഗവൺമെന്റിലേക്കാണ്. ഓക്കെ. അടുത്തതോ പെർമിറ്റ് രജിസ്ട്രേഷൻ. നമ്മൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണെന്ന് വെച്ചാൽ പെർമിറ്റ് വേണം. ആ പെർമിറ്റ് രജിസ്ട്രേഷനിലൂടെ എന്ത് കിട്ടും? പെർമിറ്റ് ചെയ്യുന്നതിലൂടെയും രജിസ്ട്രേഷൻ കൊടുക്കുന്നതിലൂടെ എന്ത് കിട്ടും? വരുമാനം കിട്ടും. അടുത്തതോ ബസ് സ്റ്റാൻഡ്, മാർക്കറ്റ്, മൈതാനം എന്നിവ ഉപയോഗിക്കുന്നവരിൽ നിന്നുള്ള ഫീസ്. യൂസർ ഫീ ഫ്രം ബസ് സ്റ്റാൻഡ്, മാർക്കറ്റ്, പ്ലേഗ്രൗണ്ട്. നമ്മുടെ നാട്ടിലെ എല്ലാ നാടുകളിലും ബസ് സ്റ്റാൻഡെങ്കിലും മിനിമം ഉണ്ടാവാറുണ്ട്. അതൊക്കെ ആരുണ്ടാക്കുന്നതാണ്? നമ്മുടെ ഗവൺമെന്റ്, ലോക്കൽ സെൽഫ് ഗവൺമെന്റുകൾ ഉണ്ടാക്കുന്നതാണ്. ഇതിനൊക്കെ എന്ത് കൊടുക്കണം? നമ്മള് അവിടുത്തെ കടക്കാരെന്ത് വാടകയും മറ്റും കൊടുക്കുന്നില്ലേ? അതിൽ നിന്നൊക്കെ വരുമാനം കിട്ടും. അടുത്തതോ ഗുണഭോക്താക്കളുടെ പദ്ധതി വിഹിതം, ഷെയർസ് ഫ്രം ബെനിഫിഷ്യേഴ്സ്. അതായത് നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിന്ന് അവരുടെ പദ്ധതികൾക്ക് നമുക്കൊരു വിഹിതം കിട്ടാനുണ്ട്, നമ്മുടെ ഗവൺമെന്റിന് ഒരു വിഹിതം കൊടുക്കാനുണ്ട്. അത്. അടുത്തതോ വിവിധ തരം പിഴകൾ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫൈൻസ്. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഗവൺമെന്റ് പറയുന്ന ലോക്കെതിരെ നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിന് ഫൈൻ കിട്ടും. ആ ഫൈൻ നമ്മൾ കൊടുക്കണം. ആ ഫൈനിൽ നിന്നും നമുക്ക് വരുമാനം, അതായത് ലോക്കൽ സെൽഫ് ഗവൺമെന്റിന് വരുമാനം കിട്ടും. ഇനിയോ അടുത്ത എന്താ? നിബന്ധനകളോട് കൂടി സ്വീകരിക്കാവുന്ന സംഭാവന. കോൺട്രിബ്യൂഷൻസ് സ്വീകരിക്കാൻ പറ്റും, പക്ഷെ എന്തുണ്ട് അതിനൊരു കൺട്രോൾ വേണം, ഒരു നിബന്ധനകളുണ്ട്. നിബന്ധനകളോട് സ്വീകരിക്കാൻ പറ്റുന്ന സംഭാവനകളിലൂടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റുകൾക്ക് വരുമാനം കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ നോക്കിയാലോ? ഗ്രാമസഭയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് ദ ഗ്രാമസഭ? ഇതിൽ ശരിയല്ലാത്തതാണ് കേട്ടോ ചോദിക്കുന്നത്. ഒന്നാമത്തേതാണ് ഗ്രാമസഭയിൽ പങ്കെടുക്കുന്നതിലൂടെ നാടിന്റെ വികസനത്തിൽ പങ്കാളികളാവാം. അത് കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സഭയാണിത്. ഗ്രാമസഭ ഒന്നാമത്തെ എ ഓപ്ഷൻ എന്താ? ഗ്രാമസഭ പ്രൊവൈഡ്സ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ പബ്ലിക് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ദ കൺട്രി. അത് കറക്റ്റ് ആയുള്ള ആൻസർ ആണ്. എന്നാൽ രണ്ടാമത്തെ പോയിന്റ് നോക്കൂ. ഗ്രാമസഭ ഇൻക്ലൂഡ്സ് ആൾ ദ പീപ്പിൾ ഇൻ ഈച്ച് വാർഡ് ഓഫ് ദ ഗ്രാമപഞ്ചായത്ത്. എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണോ? ആ ഗ്രാമപഞ്ചായത്തിലെ എന്താണ്? അത് തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. ഓക്കെ. പിന്നെയോ സി ഓപ്ഷൻ എന്താ? വാർഡ് മെമ്പർ ആണ് ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത്. അത് കറക്റ്റ് അല്ലേ? ഡിയോ കുറഞ്ഞത് 3 മാസത്തിലൊരിക്കൽ ഗ്രാമസഭ കൂടണം. അതും കറക്റ്റ് ആണ്. ഇതിൽ ഏതാ തെറ്റായിട്ടുള്ള ഓപ്ഷൻ? തെറ്റായിട്ടുള്ള ഓപ്ഷൻ ബി ഓപ്ഷൻ ആണ് തെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ഗ്രാമസഭയുടെ കൺവീനർ ആരാണ്? ഗ്രാമസഭയുടെ കൺവീനർ വാർഡ് മെമ്പർ ആണ്. ഹു ഇസ് ദ കൺവീനർ ഓഫ് ഗ്രാമസഭ? ആരാണ്? വാർഡ് മെമ്പർ ആണ്. എത്ര മാസം കൂടുമ്പോഴാണ് ഗ്രാമസഭ കൂടുന്നത്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എത്ര മാസം കൂടുമ്പോഴാണ് ഗ്രാമസഭ കൂടുന്നത്? അതിന് ആൻസർ ആയി തന്നെ ഉണ്ട്. എത്ര മാസം കൂടുമ്പോഴാണ്? ഹൗ ലോങ് ഡസ് ദ സ്റ്റാഗ് മീറ്റ് ദ ഗ്രാമസഭ? 3 മാസം കൂടുമ്പോഴാണ്, 3 months കൂടുമ്പോഴാണ് എന്ത് ചേരുന്നത്? ഗ്രാമസഭ കൂടുന്നത്. ഇനി അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും ഇത് പഠിച്ചു വെക്കണം, നിർബന്ധമാണ് കേട്ടോ. എന്താണ് മക്കളെ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തുടക്കം കുറിച്ച ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ്? ദ ബ്രിട്ടീഷ് വൈസ്രോയി ഹൂ സ്റ്റാർട്ടഡ് ദ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡീസ്. ആരാണ്? റിപ്പൺ പ്രഭുവാണ്. ലോർഡ് റിപ്പൺ ആണ് സെൽഫ് ഗവൺമെന്റുകൾക്ക് തുടക്കം കുറിച്ചത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ പിതാവ് ആരാണ്? ഹു ഇസ് ദ ഫാദർ ഓഫ് ദ ഇന്ത്യൻ പഞ്ചായത്ത് രാജ് സിസ്റ്റം? ആരാണ്? ബൽവന്ത് റായ് മേത്തയാണ്. നമ്മൾ നേരത്തെ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയെ കുറിച്ച് പറഞ്ഞില്ലേ? ആ ബൽവന്ത് റായ് മേത്തയാണ് ഇന്ത്യൻ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം നോക്കൂ. അധികാര വികേന്ദ്രീകരണത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത്. ഇത്തരത്തിലാണ് അവിടെ ചോദ്യം ചോദിക്കുക. ഏതൊക്കെയാണ്? എ ഓപ്ഷൻ എന്താ? പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ വികസനം സാധ്യമാക്കുന്നു. ബിയോ വികസന ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കുന്നു. ഡി നോക്കൂ,
സ്ത്രീകൾക്കും സ്ത്രീകൾക്കും കേട്ടോ, ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നാണ്. സ്ത്രീകൾക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും നേതൃത്വ ശേഷി കൈവരുന്നു. ഇത് ശരിയാണ്. എന്നാൽ സി ഓപ്ഷൻ എന്താണ്? സാധാരണക്കാർക്ക് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകാനുള്ള അവസരം കുറവാണ്. കുറവാണോ? അല്ല, മറിച്ച് എന്താണ്? കൂടുതലാണ്. അപ്പൊ സി ഓപ്ഷൻ ആണ് നമുക്ക് തെറ്റായിട്ട് വരുന്നത് കേട്ടോ, തെറ്റായിട്ട് വരുന്നത്. അടുത്ത നോക്കൂ. ഗ്രാമങ്ങളെ സ്വയം പര്യാപ്തതയിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ ഗ്രാമ സ്വരാജ് എന്ന ആശയം മുന്നോട്ട് വെച്ചത്? Who put forward the concept of gram swaraj with the aim of raising the village to self sufficiency? ആരാണ്? നമ്മുടെ മഹാത്മാ ഗാന്ധിയാണ്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാ ഗാന്ധിയാണ് ഗ്രാമ സ്വരാജ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മുന്നോട്ട് വെച്ചത്. അടുത്ത ചോദ്യം നോക്കൂ. ബ്രിട്ടീഷ് ഭരണകാലത്ത് പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുകയും അവ പുനഃസംഘടിപ്പിക്കുകയും ചെയ്തത് ഏത് ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ്? On the basis of which act the local self-government bodies were give more power and reorganized during the British rule? ഏത് റൂളിന്റെ അടിസ്ഥാനത്തിലാണ്? നമ്മുടെ എ ഓപ്ഷൻ ആയിട്ടുള്ള 1935 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്, ഇന്ത്യൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, നമ്മുടെ ഓപ്ഷൻ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ എ ഓപ്ഷൻ ആയിട്ടുള്ള ഗവൺമെന്റ് ആക്ട് ഓഫ് ഇന്ത്യ 1935 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റുകൾക്ക് കൂടുതലായുള്ള അധികാരം കിട്ടിയിട്ടുള്ളത്. ആരുടെ കാലത്ത്? ബ്രിട്ടീഷ് ഭരണത്തിന്റെ കാലത്ത്. അടുത്ത ചോദ്യം നോക്കൂ. അശോക് മേത്ത കമ്മിറ്റി, ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട് മക്കളെ, ജസ്റ്റ് നോക്കുക. അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളി ആരാണ്? Who was the Malayali member in the അശോക് മേത്ത കമ്മിറ്റി? ആരാണ്? എ ഓപ്ഷൻ EMS നമ്പൂതിരിപ്പാട്. നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായുള്ള CM ആയിട്ടുള്ള EMS നമ്പൂതിരിപ്പാടായിരുന്നു അശോക് മേത്ത കമ്മിറ്റിയിൽ മെമ്പർ ആയിട്ടുള്ള മലയാളി. അടുത്ത ചോദ്യം നോക്കൂ. 14ാമത്തെ ചോദ്യം. 1992 പാർലമെന്റിൽ അവതരിപ്പിച്ച പഞ്ചായത്തി രാജ് നഗരപാലിക ബിൽ പാസ്സാക്കുന്ന വേളയിൽ പ്രധാനമന്ത്രി ആരായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞ 73ാമത്തെയും 74ാമത്തെയും ബില്ലുകളില്ലേ, ഇത് പാസ്സാക്കുന്ന സമയത്ത് ആരായിരുന്നു ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ എന്നാണ്? ആരായിരുന്നു? PV നരസിംഹറാവു ആയിരുന്നു ആ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. നമ്മുടെ എക്സാമിന് ഒരുപാട് മാർക്ക് ചോദിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെട്ട ഭാഗമാണ്. സോ ശ്രദ്ധിച്ച് കേൾക്കുക, നോട്ട് ഉണ്ടാക്കുക, നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.